ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് സെറ്റ് എക്സാം PYQ ഡിസ്കഷൻ സീരീസിലേക്ക് സ്വാഗതം. എക്സാം ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു അല്ലേ? ഇനി എത്ര അവേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയോ? ഇനിയും നിങ്ങളുടെ കയ്യിൽ ധാരാളം സമയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് ഇനി അറ്റ്ലീസ്റ്റ് ഒരു 3 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനും അതുപോലെ തന്നെ 10 സബ്ജക്റ്റുകളിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്തു പോകാനും ഇനിയുള്ള സമയം ധാരാളം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്ക് പ്ലസ് സ്മാർട്ട് വർക്ക് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. ഒട്ടും സമയം വൈകാതെ പഠിച്ചു തുടങ്ങിക്കോളൂ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: അസൈനിങ് കോസ്റ്റ് ടു ആക്ടിവിറ്റീസ് rather than product or services is known as. അസൈനിങ് കോസ്റ്റ് ടു ആക്ടിവിറ്റീസ് ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ ഓഫ് ഓൾ ഡയറക്റ്റ് കോസ്റ്റ് ഈസ് ടേംഡ് ആസ്. ഓപ്ഷൻ എ വർക്ക്സ് കോസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, സി പ്രൈം കോസ്റ്റ്, ഡി കോസ്റ്റ് ഓഫ് സെയിൽസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, പ്രൈം കോസ്റ്റ്. നെക്സ്റ്റ്, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ് ഡസ് നോട്ട് യൂസ് പ്രോസസ് കോസ്റ്റിംഗ്. പ്രോസസ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാത്ത ഇൻഡസ്ട്രി ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓപ്ഷൻ എ ഓയിൽ റിഫൈനറി, ബി ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ്, സി എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്, ഡി ഷുഗർ മിൽസ്. ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്. അത് പ്രോസസ് കോസ്റ്റിംഗ് അല്ല. ഓക്കെ, നെക്സ്റ്റ്, ത്രെഡ് ഇൻ ഗാർമെൻറ്റ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ത്രെഡ് ഇൻ ഗാർമെൻറ്റ്സ് എന്തിനുള്ള എക്സാമ്പിളാണ്? ഓപ്ഷൻ എ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ബി ഡയറക്റ്റ് മെറ്റീരിയൽസ്, സി ഡയറക്റ്റ് എക്സ്പെൻസസ്, ഡി പ്രോഫിറ്റ്. വിച്ച് ഈസ് ദ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ എ indirect material. Thread in garments is an example of indirect material. Okay, next, which of the following item of expenditure is excluded in cost accounting? Cost accounting il ninnu exclude ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ഐറ്റം ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ബി ഡയറക്റ്റ് ലേബർ, സി അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. ഏതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ വരാത്ത എക്സ്പെൻഡിച്ചർ ഏതാണ്? ഓപ്ഷൻ സി ആണ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. ഓക്കെ, മാച്ച് ദ സ്യൂട്ടബിൾ കോസ്റ്റിംഗ് മെത്തേഡ്സ് ഫോർ ദ ഫോളോയിങ് ഇൻഡസ്ട്രീസ്. ഇവിടെ ലിസ്റ്റ് എയിൽ ഇൻഡസ്ട്രീസ് തന്നിട്ടുണ്ട്, ലിസ്റ്റ് ബിയിൽ കോസ്റ്റിംഗ് മെത്തേഡ്സ് ആണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലിസ്റ്റ് 1 റോഡ് കൺസ്ട്രക്ഷൻ. റോഡ് കൺസ്ട്രക്ഷൻ എന്താണ്? കോൺട്രാക്റ്റ് കോസ്റ്റിംഗ് ആണ് റോഡ് കൺസ്ട്രക്ഷൻ. ഇനി ട്രാൻസ്പോർട്ട് കമ്പനീസ് ഏതാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ആണ്. ഷുഗർ മിൽസിൽ ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ്? പ്രോസസ് കോസ്റ്റിംഗ്. ആൻഡ് ടോയ് മേക്കിംഗ് ഒരേപോലുള്ള ടോയ്സ് മേക്ക് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് കോസ്റ്റിംഗ് ആണ്? ബാച്ച് കോസ്റ്റിംഗ്. അപ്പോൾ മാച്ച് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. സ്റ്റേറ്റ്മെൻറ്റ് 1: മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആർ വൺ ആൻഡ് ദ സെയിം. മെത്തേഡ്സും ടെക്നിക്സും കോസ്റ്റിങ്ങിൽ സെയിം ആണോ? അല്ല, അല്ലേ? ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സും ഡിഫറെൻറ്റ് ടെക്നിക്സും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 റോങ് ആണ്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈൻസ് ഫിക്സഡ്. അത് കറക്റ്റ് ആണോ? കറക്റ്റ് ആണ് അല്ലേ? വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഫിക്സഡും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് വേരി ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 2 ഓൺലി, സ്റ്റേറ്റ്മെൻറ്റ് 2 ഓൺലി. ഓക്കെ, നെക്സ്റ്റ്, ആൻഡ് ഈക്വൽ എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഇൻ ടോട്ടൽ കറണ്ട് അസെറ്റ് ആൻഡ് ടോട്ടൽ കറണ്ട് ലയബിലിറ്റി വിൽ. കറണ്ട് അസറ്റിലും കറണ്ട് ലയബിലിറ്റീസിലും ഒരേ എമൗണ്ട് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇൻക്രീസ് ദ കറണ്ട് റേഷ്യോ, ബി ഡിക്രീസ് ദ കറണ്ട് റേഷ്യോ, നോ ചേഞ്ച്, നൺ ഓഫ് ദീസ്. ഏതാ കറക്റ്റ് ആൻസർ വരിക? ഡിക്രീസ് ചെയ്യും അല്ലേ? ഡിക്രീസ് ദ കറണ്ട് റേഷ്യോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ്. ഓപ്ഷൻ എ ബാലൻസ് ഷീറ്റ് ഓഫ് പ്രീവിയസ് ആൻഡ് കറണ്ട് ഇയേഴ്സ്, ഓപ്ഷൻ ബി
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് കറൻറ്റ് ഇയർ. സി ബോത്ത് എ ആൻഡ് ബി. ഡി നെയ്തർ എ നോർ ബി. ഏതാ റൈറ്റ് ആൻസർ? സി ആണ് അല്ലേ കറക്റ്റ് ആൻസർ. ബാലൻസ് ഷീറ്റും പി ആൻഡ് എൽ അക്കൗണ്ടും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിസ്കഷൻസും ഉണ്ടായിരിക്കും. ചാനലിൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. ഓക്കെ, താങ്ക് യു. ബൈ യുവർ കൊമേഴ്സ് മെൻറ്റർ നീന.